തന്ത്രി പാവന ശ്രുതിലയമാ സ്മൃതിഗീതം സ്മൃതിഗീതം. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിൻ്റെ മറ്റൊരു സംഗീത സാന്ദ്രമായ അധ്യായത്തിലേക്ക് സ്വാഗതം. സ്മൃതിഗീതം സ്മൃതിഗീതം. വിശുദ്ധ ബൈബിളിലെ ഒരു വചനം ഇങ്ങനെയാണ്: മനുഷ്യ, നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഇതിപ്പോൾ മുരുങ്ങൂരാണ്. മുരുങ്ങൂർ ഫ്ലോറിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇത്ര വില എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ വാങ്ങി കൂട്ടി ലക്ഷങ്ങളാവാം, കോടികളാവാം. അങ്ങനെ ഈ ലോകം മുഴുവൻ അത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എത്രയാണ് പൈസ അത് വാങ്ങാനെന്ന് കണക്കാക്കാൻ സാധിക്കില്ല. ഇത് മുഴുവൻ ഞാൻ നേടിക്കഴിഞ്ഞു, എൻ്റെ മുകളിൽ കയറി ഞാൻ ഇരിക്കുകയാണ്. എങ്കിലും നിന്റെ ആത്മാവിനോളം അത് വരില്ലത്രേ എന്നല്ലേ ദൈവം പറഞ്ഞു വെക്കുന്നത്. അത് നഷ്ടമായാൽ ഇതെല്ലാം നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും. അത് തന്നെയാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോൾ എൻ്റെ 2 കൈയും പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടേക്കണേ, കാരണം ഇതെല്ലാം വെട്ടിപ്പിടിച്ച ഞാൻ ശൂന്യനായാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ഈ ലോകം അറിയണം, ജനമറിയണം. നഗ്നനായി വന്നു, നഗ്നനായി തന്നെ മടങ്ങും. ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ കരം പിടിച്ച് നീങ്ങുന്ന ജീവിതങ്ങളായി എനിക്കും നിങ്ങൾക്കും മാറാൻ കഴിയണം. ആത്മാവിൻ്റെ വിലയെറിഞ്ഞ് ജീവിക്കാൻ കഴിയണം. അതുതന്നെയാണ് ഒരു ജീവിതത്തിൻ്റെ ധന്യത. അങ്ങനെ ആവട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം. വലിയ പ്രാർത്ഥനയിൽ സ്മൃതിഗീതം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു സംഗീത സംവിധായകൻ ശ്രീ ജോജി ജോൺസ്. അദ്ദേഹം തന്നെയാണ് ഇന്ന് സ്മൃതിഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, സുഹൃത്ത്, മാത്രമല്ല അദ്ദേഹം ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, ശുശ്രൂഷകനാണ്, ബ്രദർ അനിൽ മലപ്പുറം. ഇരുവരും നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. സ്മൃതിഗീതം സ്മൃതിഗീതം. ഒരടിസ്ഥാനപരമായിട്ട് വലിയൊരു പഠനം അവകാശപ്പെടാനില്ലാതെ തന്നെ ഏതാണ്ട് 1000 ഗാനങ്ങൾക്ക് മുകളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. അതിൽ ഏതാണ്ട് ഒരു 60% മുകളിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ്. പിന്നീട് ലളിതഗാനങ്ങളും നാടകഗാനങ്ങളും മറ്റു ഗാനങ്ങൾ, മറ്റു ശ്രേണിയിൽപ്പെടുന്ന ഗാനങ്ങൾ കിടക്കുന്നു. എന്താണ് ഇതിന് അടിസ്ഥാനം? അടിസ്ഥാനം എല്ലാവർക്കും അറിയുന്ന സത്യം തന്നെ, യേശുവാണ് അതിൻ്റെ അടിസ്ഥാനം. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. പിന്നെ ഇപ്പോൾ ബ്രദർ ആമുഖമായി പറഞ്ഞ ഒരു കാര്യം, ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? അത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. ബ്രദറിന് കൂടെ ഞാൻ പങ്കുവച്ചിട്ടുള്ള വിഷയമാണ്. ഞാൻ ഈ ഒരു കാര്യം ഇടയ്ക്കൊന്ന് നിർത്താൻ ആഗ്രഹിച്ചു. സംഗീത പരിപാടികൾ, സംഗീതം നിർത്താൻ ആഗ്രഹിച്ച് ആ CD-ക്ക് ഞാൻ ടൈറ്റിലും കണ്ടുപിടിച്ചു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങനെ ടൈറ്റിലും കണ്ടെത്തി. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ജോബി കാവാലം ബ്രദർ എഴുതിയിട്ടുണ്ട്. ജോബി കാവാലം അതിലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം. അപ്പോൾ ജോബിയോട് ഞാൻ ഈ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചരണം എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ആണ് ജോബിയോട് ഞാൻ പറയുന്നത്, ജോബി നിർത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ജോബി ദേഷ്യപ്പെട്ടു. ഇത് ഇനി പറഞ്ഞു, ഇനി അങ്ങനെ സംസാരിച്ചു പോരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഈ പാട്ട് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത വരി പുള്ളി എഴുതി വെക്കുവാണ്, വരുവാനിരിക്കുന്നതൊന്നുമേ നമ്മൾ അറിയുന്നില്ലെന്ന് ഓർത്തെഴുതണം. ആ പാട്ടിലുണ്ടാ വരി. അപ്പോൾ അത് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ജോബിയുടെ ചെറിയ ഒരു ശാസനത്തിലൂടെ ആണെങ്കിലും അത്
അത് പിൻവലിച്ചു. പക്ഷെ ആ ഗാനം വളരെ ഇന്ന് ലോകം മുഴുവൻ നേടിയാലും ആ പാട്ട് കെസ്റ്റേട്ടനാണ് പാടിയത്. ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആന്തരികമായ ഒരു സൗഖ്യം നമുക്ക് ലഭിക്കുന്ന ഒരു ഗാനമാണ്. തക്ക സമയത്ത് ദൈവം ചില ചെറിയ മനുഷ്യരിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ്. അതെ, കാരണം നീ അങ്ങനെ നിർത്തിപ്പോകേണ്ടവനല്ല, നീ ചെയ്യേണ്ടവൻ തന്നെയാണ്. ഇനിയും നീ സംഗീതം ചെയ്യണം, എൻ്റെ പാട്ടുകൾ ചെയ്യണം എന്നുള്ള ഒരു ശാഠ്യം നമുക്കാർക്കും ഇല്ലെങ്കിലും മുകളിലിരിക്കുന്ന തമ്പുരാൻ ഉള്ളത് കൊണ്ടാണ് ജോജി അങ്ങനെ ചെറിയവരിലൂടെ സംസാരിച്ച് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ളൊരു ബ്രദർ പറയാമോ? അതായത് നിങ്ങൾ തമ്മിൽ എപ്പോഴും ജോജി പറയാറുണ്ട് ജ്യേഷ്ഠ സഹോദരൻ കണക്കാണ് എനിക്ക്, നിങ്ങൾ തമ്മിൽ. അപ്പോൾ എന്താണ് ജോജിയുടെ ഇത്തരം ഒരു അടിയുറച്ച വിശ്വാസിയാണ്, ആ വിശ്വാസത്തിൽ തന്നെ നീങ്ങുന്നു, ശുശ്രൂഷ കണക്കെയാണ് ഇതെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ജോജിയുടെ ജീവിതത്തിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു തരാനുള്ള ചിന്തകൾ എന്താണ്? ഞാൻ ഇദ്ദേഹത്തെ പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തിൽ ആകർഷണമായത് കാപട്യമില്ലാത്ത ഒരു കറ കളഞ്ഞ ഒരു മനുഷ്യൻ, പക്കാ ദൈവവിശ്വാസിയാണ്. ബാഹ്യമായ ഒരു ഭക്തിയുടെ കോലാഹലമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ 100-ൽ 110% അയാൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്, കൂടുതൽ ഞങ്ങൾ അടുക്കാനൊരു കാരണം ഉണ്ടായത്. എൻ്റെ ജീവിതം അതുപോലെ ആയതുകൊണ്ടാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒരു പഠിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹത്തിൽ കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരെ വളർത്തി കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു വലിയൊരു തിടുക്കം അദ്ദേഹം കാണിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഗായകന്മാർ. അപ്പോൾ അതിൽ എൻ്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന മനോജ് ക്രിസ്റ്റി ഒരു ഉദാഹരണം, നമ്മുടെ ചിത്ര അരുൺ, അതുപോലെ തന്നെ നമ്മുടെ വിൽസൺ പിറവം, ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഇന്ന് ഹൈലൈറ്റായി നിൽക്കുന്ന പല ഗായകന്മാരുടെ പിന്നിലെ കരം ഈ വ്യക്തിത്വമാണ്. അത് എനിക്ക് കൂടുതൽ മനസ്സിലായതുമാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കേട്ടതാണ്. പക്ഷെ അവരെ ഒരു നിലയിൽ എത്തുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നല്ലോണ്ട്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അടുത്ത വ്യക്തിയിലേക്ക് പോകും. പിന്നെ പുതിയൊരാളെ കണ്ടെത്താനുള്ള ശ്രമമാണ്. സാധാരണ ആരിലും കാണാത്തൊരു പ്രത്യേകതയാണ് എനിക്ക് അതിൽ കാണാനിടയായത്. ഒരു പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ്. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാത്രമല്ല, ഇപ്പം യുവജനോത്സവ വേദികളിലൊക്കെ പാടുന്ന ഒരു ഗാനമുണ്ട്. ഞാൻ അത് കഴിഞ്ഞ ദിവസമാണ് ഞാനത് സെർച്ച് ചെയ്യുമ്പോൾ അത് ജോജിയുടെയാണ് ആ പാട്ടെന്ന് അറിയാം. എൻ്റെ മോള് പാടാനായിട്ട് ആ പാട്ട് എടുത്തപ്പോഴാണ് ആ ജോജി പുഴയുടെ തീരത്തൊരു ത്രാട രാവിൽ വിസ്മയമോടെ. അത് രാജേഷ് എഴുതിയതാണ് അല്ലേ? 10 വർഷം തുടർച്ചയായി ഓണപ്പാട്ടുകൾ ചെയ്തു. 10ാമത്തെ വോളിയമാണ് കഴിഞ്ഞ ഓണത്തിന് ചെയ്തത്. 10ാമത്തെ വോളിയം ഇറക്കി 10 വോളിയം അടുപ്പിച്ച് ചെയ്ത ഒരു ഇത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രളയം അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ അത് ഇറക്കാൻ സാധിച്ചില്ല. ഓപ്പണായിട്ട് പറയുന്നത്, സംഗീതം ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി സമയം എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ ഹാർമോണിയം ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഓർഗണൊക്കെ വെച്ച് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ സത്യം. പിന്നെ എങ്ങനെയാണ് ജോജിയുടെ ഒരു സംഗീത സംവിധാന രീതി? എങ്ങനെയാണ് സംഗീത സംവിധാനം നമുക്ക് പാട്ട് ട്യൂൺ ചെയ്യാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. പക്ഷെ അത് പറഞ്ഞാൽ നിർമ്മാതാക്കൾ ചിലപ്പോൾ ഇത് എളുപ്പപ്പണിയാന്ന് വിചാരിച്ച് പറയാറുമില്ല. കാരണം ഇത് 5 മിനിറ്റ് കൊണ്ട് തീരുന്ന പരിപാടിയാണെങ്കിൽ പിന്നെ ഇതിന് ഇത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചെങ്കിലും അവരോട് പറയാറില്ല. എങ്കിലും ഒരു പാട്ട് 2 രീതിയിൽ ട്യൂൺ ചെയ്യാറുണ്ട്. നമ്മൾ ട്യൂൺ കൊടുത്ത് ഇവരെ പോലുള്ളവരെ കൊണ്ട് എഴുതിക്കാറുണ്ട്. പാട്ട് എഴുതി സംഗീതം ചെയ്യാറുണ്ട്. എഴുതിയതിന് സംഗീതം ചെയ്യാറുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ ദൈവം തന്നതല്ലാതൊന്നും ലിറിക്സ് കൊടുത്തിട്ട് എഴുതിയാണ്. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ മ്യൂസിക് കൊടുത്തിട്ട് ലിറിക്സ് എഴുതിയതാണ്. ദൈവം തന്നതല്ലാതും അങ്ങനെയാണ്. പിന്നെ ഇപ്പം മനസ്സൊരു സക്രാരിയായി എന്നുള്ള പാട്ട് എന്നാൽ അതിന് നേരെ തിരിച്ചാണ്. മനസ്സൊരു സക്രാരിയായി എന്നുള്ള പാട്ടിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീ രാജേഷ് അത്തിക്കയം എന്ന് പറയുന്ന എഴുത്തുകാരൻ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മനസ്സൊരു സക്രാരിയായി എന്നുള്ള പാട്ടിലാണ്. രാജേഷ് അത്തിക്കയം ഇങ്ങനെ വിളിക്കുകയാണ്, സാർ ഞാൻ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എൻ്റെ പേര് രാജേഷ് എന്നാണ്, ഞാനൊരു 10 പാട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്ന് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഒരു എഴുത്തുകാരെയും ഇന്ന് വരെ ഒരു പാട്ട് അടുത്ത പാട്ട് CD-യിൽ എടുക്കാമോ എന്ന് ചോദിച്ചാൽ അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു വിളിച്ചാൽ ഇന്നേ വരെ ആരോടും നോ പറഞ്ഞിട്ടില്ല. കാരണം അതിൽ ഏതെങ്കിലും ഒരു പ്രതിഭ ഉണ്ടാവും. അത് എന്നിലൂടെ വെളിച്ചം കാണാനായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ അപ്പൊ അത് ലാസ്റ്റ് തെളിവായിട്ട് വരികയും ചെയ്തു. ഈ രാജേഷ് അത്തിക്കായോ അങ്ങനെ വിളിച്ചു വന്ന ആളാണ്. അപ്പൊ അങ്ങനെ മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണ്. ആ വരികൾക്ക് വളരെ പ്രത്യേകത. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണ് ഇവിടെ. അതിനുശേഷം ഈ കുറെ അധികം പാട്ടുകൾ ആ തീം വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സ് സക്രാരി അല്ലെങ്കിൽ ഹൃദയം ദേവാലയം ഒക്കെ ആക്കിയിട്ടുള്ള ആ തീം അതിനുശേഷം ഒത്തിരി വന്നിട്ടുണ്ട്. എങ്കിലും അതായിരുന്നു ആദ്യം വന്ന പാട്ട്. അപ്പൊ ആ പാട്ട് തന്നു, ഞാൻ ട്യൂൺ ചെയ്തു. കിട്ടിയപ്പോ തന്നെ ട്യൂൺ ചെയ്തു. അത് വളരെ എനിക്ക് പ്ലീസിങ് ആയിട്ട് തോന്നിയ, എനിക്ക് എന്നോടൊരു ബഹുമാനം തോന്നിയ ഒരു പാട്ടായിരുന്നു ട്യൂൺ ചെയ്തിട്ട്. കാരണം വളരെ വ്യത്യസ്തമായിട്ടൊരു ഈണം അതിന് കിട്ടി. നമ്മൾ ഈ എപ്പിസോഡിലെ ആദ്യ ഗാനത്തിലേക്ക് പോവുകയാണ്. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണ് ഇവിടെ. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. ൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ, ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി, ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനാ, സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനാ. ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്നായി ഭോജ്യം, ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്നായി ഭോജ്യം. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. ജോജി, കുടുംബത്തെ കുറിച്ച് പറയാമോ? തീർച്ചയായും. എൻ്റെ ഭാര്യ, 2 കുട്ടികൾ. അവർ 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 ആൺകുട്ടികളാണ്.
അമ്മയുണ്ട്, ഡാഡി മരിച്ചുപോയി. അതൊക്കെയാണ് കുടുംബ 20 വർഷത്തെ സംഗീത ജീവിതം കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ നിർത്തണം എന്ന് ചിന്തിച്ചു, പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രേരിതനായിട്ട് വീണ്ടും ഞാനിത് തുടരുകയാണ്, എൻ്റെ സംഗീത ജീവിതം തുടരുകയാണ്. സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ ജോജി ജോൺസ് തൃപ്തനാണോ? തൃപ്തനല്ല എന്ന് പറഞ്ഞാൽ തെറ്റായി മാറും. തീർച്ചയായിട്ടും ഞാനത് ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഇതാണ് എൻ്റെ വഴിയെന്ന് ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ ഭാവിയിൽ സംഭവിക്കാനുള്ള പല ബുദ്ധിമുട്ടുകളും മനസ്സിൽ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് പുറകോട്ട് പിൻവലിയുമ്പോൾ ദൈവം ഇടപെടും. ഇടപെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് പറയും, ജോജി ഞാൻ ആ പാട്ട് കേട്ടു, അയ്യോ എത്ര ഗംഭീരമായിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തണുത്തു പോകും. വീണ്ടും അത് നിർത്തിയേക്കാന്ന് പറഞ്ഞ് അത് നിർത്തി വീണ്ടും നമ്മൾ വീണ്ടും ആ വഴി തന്നെ തിരഞ്ഞെടുത്ത് അങ്ങനെ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തീരുമാനങ്ങൾ വരുന്നുണ്ടെങ്കിലും പക്ഷെ ഇതുപോലെയുള്ള പ്രോത്സാഹനവും അഭിനന്ദന വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഊർജ്ജമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ രംഗത്ത് തുടർന്ന് നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്, ഞാൻ 2000 സത്യം എന്ന് പറയുന്നൊരു കാസറ്റ് ചെയ്തു. അന്നും CD വന്നിട്ടില്ല, വന്ന് തുടങ്ങിയുള്ളൂ. 2000 ആ കാസറ്റ് ചെയ്തപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക ഗായകരും അതിൽ പാടിയിരുന്നു. അതിൻ്റെ റെക്കോർഡിങ് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ അതിലൊരു പാട്ട് പാടിയത് മറ്റാരുമല്ല, നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ജാനകിയമ്മയാണ് അതിലൊരു ഗാനം പാടിയത്. അപ്പോൾ ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് കാരണം ഇവിടെ എറണാകുളത്തുള്ള സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്നത് ഇതാണ്, മറ്റേത് വലിയ വെള്ളമാണ്. വലിയ വെള്ളത്തിൽ ചെന്ന് ചാടിയ അവസ്ഥയിലായിരുന്നു മദ്രാസിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് ജാനകിയമ്മ പാടാനായിട്ട് വരുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു സ്റ്റുഡിയോ. അപ്പോൾ അവർ വന്നപ്പോൾ വരുന്നതിന് ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് പോലെ ഇങ്ങനെ ശ്വാസം വലിച്ച് ബുദ്ധിമുട്ടിയാണ് നടന്നു വരുന്നത്. അപ്പം എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് കാലത്തോട്ട് വന്ന് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ പാട്ട് വരികൾ പറഞ്ഞു കൊടുത്തു. വഴിയെല്ലാം അടഞ്ഞതായി തോന്നുമ്പോൾ ഏകമാം വഴിയല്ലോ ഈശോ എന്നാണ് ആ പാട്ടിൻ്റെ വരികൾ. ഫാദർ മാത്യു കരീത്തറയാണ് ആ വരികൾ എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു, അവർ തെലുങ്കിൽ എഴുതിയെടുത്തു. അങ്ങനെ പാട്ട് പാടാം. അപ്പം ഞാനിങ്ങനെ വേറെ ഏതൊരു മായാ ലോകത്തിലാണ്. അപ്പോൾ ഒരു പാട്ട് എഴുതിയെടുത്ത് പാടാൻ വേണ്ടി കയറി. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കൊച്ചു കൊച്ചു മലയാളത്തിൻ്റെ തെറ്റുകൾ അവർ എനിക്ക് തിരുത്തി തന്നു. തമ്പി അത് അപ്പടി അല്ല ഇപ്പടി എന്ന് പറഞ്ഞിട്ട് അപ്പടി പാടിക്കൂടാതെ എന്നൊക്കെ പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് പാടി തന്നു. പാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, സംഗീതം അഭ്യസിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒന്നും പഠിക്ക വേണ്ട, ഇത് താൻ പോതെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഗാനഭൂഷണോ ഗാനപ്രവീണോ ഒക്കെ അതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഒരിക്കൽ വലിയ വേദനയോട് കൂടി ഒരു കാര്യം പങ്കുവച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, പാട്ടുകളുടെ അതായത് വ്യൂസ് അല്ലേ, വ്യൂസ് കൂടി അത് 30 ലക്ഷം 60 ലക്ഷമൊക്കെ ആയി എന്ന് ഒരു ദാരിദ്ര്യ സമയത്ത് ഭാര്യ പറയുന്നുണ്ട്. ഈ ഇത്രയും പേർക്ക് 1 രൂപ തന്നിരുന്നെങ്കിൽ നമ്മുടെ ഇന്ന പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അതാണ് ഒരു സംഗീത സംവിധായകൻ എന്നാണ് എനിക്ക് ലോകത്തോടും പറയാനുള്ളത്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏത് ഗാനത്തിലേക്ക് വേണം പോവാൻ എന്നാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിത്വമാണ് ബേബി ജോൺ കലയന്താനി. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെക്കാളെല്ലാം മുമ്പ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും ആദ്യമായിട്ട് ഞങ്ങൾ തൊടുപുഴയിൽ വെച്ചിട്ട് തന്നെയുള്ള പരിചയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഗാനങ്ങൾ, വഴിയും സത്യവും ജീവനും എന്ന ആൽബം, അതിൽ കുറച്ച് നല്ല പാട്ടുകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു. അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ പീറ്റർ ചരാനല്ലൂരുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഗാനങ്ങളും നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്, എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് വളരെ സിമ്പിളാണെന്ന് തോന്നിപ്പിക്കും. അതായത് പാട്ട് കേട്ട് കഴിയുമ്പോൾ തോന്നും, മറ്റെഴുത്തുകാർക്കും തോന്നും ഇത് വേണമെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നല്ലോ എന്ന് മറ്റെഴുത്തുകാർക്ക് തോന്നിപ്പിക്കും അദ്ദേഹത്തിൻ്റെ പല വരികളും കേൾക്കുമ്പോൾ. അത്രയും സിമ്പിളാണ്. പക്ഷേ അതിന് മുമ്പ് അത് കണ്ടെത്താനുള്ള ഒരു ലളിതമായിട്ട് ചിലപ്പോൾ നമുക്കതൊരു വളരെ എൻ്റെ മുഖം പാടിയാൽ ദൈവത്തിൻ്റെ മുഖം പാടും, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റെഴുത്തുകാർക്ക് ഒരു എഴുത്തുകാരൻ എന്നോട് പങ്കുവച്ചിട്ടുള്ളതാണ്. ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ തോന്നുന്നത് നമുക്ക് എഴുതാമായിരുന്നല്ലോ എന്ന് തോന്നുന്നു. അതിന് മുമ്പ് പറ്റുകയില്ല.
ഇല്ല. അപ്പൊ അങ്ങനത്തെ അപ്പൊ അദ്ദേഹത്തിന്റെയാണ് അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന അതെ അതെ അതാണ് അതെ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു സംഭവം ചേർത്ത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഞങ്ങൾ അത്രയും ഗാനങ്ങൾ ചെയ്തുവെങ്കിലും എൻ്റെ ജീവന്റെ ജീവനാണ് ഈശോ, പിന്നെ ഇപ്പൊ ഒരുവിധം ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനമാണ് ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നെ അരികത്ത് കാവലായിരിക്കുന്നവൻ. അത് ബേബിചേട്ടൻ എഴുതിയതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആത്മീയ തലത്തില് ഒരു ഭക്തിഗാനത്തിന്റെ എല്ലാ പൂർണ്ണതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു എന്ന് ഞാൻ കരുതുന്ന ഒരു ഗാനമുണ്ട്. തിരുഹൃദയത്തിന് മുൻപിൽ മെഴുതിരി നാളം പോലെ എന്നുള്ള ഗാനം. അത് ബേബിചേട്ടന്റെ അതിമനോഹരമായ ഒരു രചനയാണ്. നമ്മൾ ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ ഗാനത്തിലേക്ക് പോവുകയാണ്. തിരുഹൃദയത്തിന് മുൻപിൽ മെഴുതിരി നാളം പോലെ. ശ്രീ ബേബി ജോൺ കലയന്താനിയുടെ രചന, ശ്രീ ജോജി ജോൺസിന്റെ സംഗീതം. ഗാനമൊന്ന് കേട്ടുവരാം. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനിക കരടിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. തിരുഹൃദയത്തിൻ മുൻപിൽ തിരുവചനം പകരാ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. തിരുവചനം പകരാ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു. മനസ്സുഖമങ്ങു ദൂരെ എവിടെയോ പോയി മറഞ്ഞു. തിരുവഴി യേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ ഇനിയുമെൻ ജീവനിൽ നീ കരുണയിഴും തണലായി
തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനിയുമെൻ ജീവനിൽ നീ കരുണയിഴും തണലാ തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനി എൻ്റെ പാലകനാ അലിവേഴും മോചകനാ അഴലുകൾ നീക്കിടുമ്പോ അരികിലെ സ്നേഹിതനാ ഹൃദയത്തിൽ പൂജിക്കുന്നു നിന്നെ എന്നും യേശുനാഥാ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാടും പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനിക കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. തിരുഹൃദയത്തിൻ മുൻപിൽ. ജോജി, നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ജോജി, ഇപ്പോൾ എന്താണ് കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീത സംവിധാനം മാത്രമേ ഉള്ളൂ, അതോ അതിന്റെ സബായിട്ട് വേറെ എന്തെങ്കിലും ജോലി മേഖലകളും കൂടി ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. ഇപ്പൊ ഈ CD പ്രസ്ഥാനങ്ങളൊക്കെ അല്പം പരിങ്ങലിലായപ്പോൾ നമ്മൾ ഇനിയുള്ള ഗാനങ്ങളൊക്കെ എങ്ങനെ ജനങ്ങൾ കേൾക്കുമെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനും ദൈവം ഉത്തരം തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൽ, ഒരു യൂട്യൂബ്, ഫേസ്ബുക്ക് അതെല്ലാം ചെയ്യുന്ന ഒരു ചാനലിൽ പ്രോഗ്രാം ഡയറക്ടറായി ജോലി ചെയ്യുന്നു. അവിടുത്തെ ക്രിസ്ത്യൻ ചാനൽ ഞാനാണ് നോക്കുന്നത്. അപ്പോ ദൈവം അത് വളരെ കരുതലോടെ എത്തേണ്ടടുത്ത് വീണ്ടും എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനൊരു നന്ദിയോട് കൂടിയാണ് ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നത്. എന്തായാലും ജോജി തന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. ബ്രദറിനും നന്ദി പറയുകയാണ്. ഇനിയും അതോടൊപ്പം തക്ക സമയത്ത് വഴി നടത്തുന്ന, കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി തരുന്ന നിസ്സാരങ്ങളായ ചില സഹനങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഈ സഹനങ്ങൾ ഇല്ലെങ്കിൽ ഒരു പക്ഷേ കൃത്യമായ ഒരു അനുഭവത്തിൽ നീങ്ങാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ആ തിരിച്ചറിവിന് ഒരുപാട് നന്ദി. ഇനിയും സംഗീതം പൂർണ്ണമായും ജോജിക്ക് പറയാൻ കഴിയും, ഒരു അഭ്യസനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, എന്തുണ്ടോ അത് പൂർണ്ണമായും ദൈവം തന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗീത നിർവഹണം മാത്രമേ ജോജിയിൽ നിന്നുണ്ടാവുന്നുള്ളൂ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു പഠനത്തിൻ്റെ ഒരു സാധ്യതയും പറയാനില്ലെങ്കിലും അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ ജോജിക്ക് കഴിയട്ടെ. അനുസ്യൂതം തുടരാൻ, ഒരിക്കലും നിർത്താതെ അനുസ്യൂതം തുടരാനുള്ള കൃപ, മറ്റു കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ നന്മകളും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സ്മൃതിഗീതം കഴിഞ്ഞ 2 ആഴ്ചകളിലായി യാത്ര ചെയ്തത് ശ്രീ ജോജി ജോൺസ് എന്ന സംഗീതകാരൻ്റെ ജീവിതത്തിലൂടെയാണ്. നിങ്ങൾക്ക് ഈ 2 എപ്പിസോഡും വളരെ ഇഷ്ടമായി എന്ന വിശ്വാസത്തിൽ ചുരുക്കി നിർത്തുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ സംഗീതത്തിലെ സംഭാവനകളുമായി നമുക്ക് വീണ്ടും കാണണം. നന്ദി, നമസ്കാരം. സ്മൃതിഗീതം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്കും ഒരു സുവർണ അവസരം. നിങ്ങൾ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചവരോ പാടാൻ കഴിവുള്ളവരുമാണോ എങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. മനസ്സൊരു സക്കാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ.
മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ